അല്ല, പ്രതികൂലമായ കാലാവസ്ഥയും അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും കൊണ്ട് ആർമിക്ക് ബെയിലി പാലം നിർമ്മിക്കുന്നത് പോലും വൈകാണ്. ബെയിലി പാലം നിർമ്മിച്ചാൽ മാത്രമേ അപ്പുറത്തേക്ക് നമുക്ക് ഹിറ്റാച്ചി അടക്കമുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോയി മണ്ണിനടിയിലൊക്കെയുള്ള പരിശോധന നടത്താൻ നമുക്ക് പറ്റുള്ളൂ. ആ പരിശോധന പറ്റുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ അവിടെ എല്ലാ ആളുകളെയൊക്കെ ഇപ്പുറത്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആളുകളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കൊണ്ടുപോയി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോയി അവിടെ പരിശോധന നടത്താൻ മുണ്ടുകൈയിലൊക്കെ എത്താനുള്ള പ്രശ്നമാണ്. ഏറ്റവും നാളെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാളെ സർവകക്ഷി യോഗവും വെച്ചിട്ടുണ്ട്. ഇന്ന് ആരെയാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ആരാണ് ഇവിടെ? എല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഏകോപന ചുമതല ടി സിദ്ദിഖ് MLAക്കാണ്. അപ്പോൾ എല്ലാ ആളുകളും ഉണ്ട്. ഇപ്പം നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കടന്നു വരുന്നു. അപ്പോൾ ഇതൊരു നാടിനെ ബാധിക്കുന്ന ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, അതിനെ ചെറുത്ത് നിൽക്കുക എന്നൊക്കെയുള്ളതൊരു നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. രാഹുൽ ഗാന്ധി നാളെ എന്തൊക്കെയാണ് കാര്യപരിപാടികൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂളുകൾ വന്നിട്ടില്ല. എന്തായാലും മനസ്സിലാക്കിയിടത്തോളം ക്യാമ്പുകളിലും അതുപോലെ തന്നെ ആശുപത്രിയിലും എത്താനാണ് ആദ്യ പ്ലാൻ. ബാക്കി സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി അനുമതികൾ കൂടിയും വേണമല്ലോ. പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അതിൻ്റേതായ അനുമതികൾ കൂടി ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കഴിയും.